കൊല്ലത്ത് 16-കാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. കുഞ്ഞിനെ CWC ഏറ്റെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മനോജ് ചേർന്നിട്ട്. മനോജ്, നടുക്കത്തോടെ അല്ലാതെ ഒരു വാർത്ത സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കേട്ടു നിൽക്കാൻ സാധിക്കില്ല. കാരണം 16-കാരിയായ ഒരു കുട്ടി ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ആലപ്പുഴയിലാണ് ജന്മം നൽകിയത്. കൊല്ലം സ്വദേശിയാണ് ഈ പെൺകുട്ടി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതുമായി മാത്രമല്ല, പോലീസ് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത്? ദേവിക, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇങ്ങനെയൊരു സംഭവം, അതായത് ആലപ്പുഴയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഈ കുട്ടി പ്രസവിക്കുന്നത്. ഈ കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ കുട്ടി സ്കൂളിൽ പോകാതിരുന്നതിനെ തുടർന്നാണ് ഈ സ്കൂൾ അധികൃതർ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. തുടർന്ന് വീട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരം വെച്ചാണ് പോലീസിനും ഇത്തരത്തിലുള്ള വിവരം കൈമാറിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഈ കുഞ്ഞ് പ്രസവിച്ചതിനെ തുടർന്ന് ഈ CWC ഇക്കാര്യം അന്വേഷണം നടത്തി. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുകയായിരുന്നു. അതിനുശേഷം തന്നെ ഈ വീട്ടിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. അതേസമയം തന്നെ ഈ കുട്ടിയുടെ വീട്ടിൽ, അതായത് ഇത്തരമൊരു സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ഒരു പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. അതേസമയം പോലീസ് അവിടെ എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇവർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിലൊരു അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള നിലയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യം നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ, അതും കൊല്ലം ജില്ലയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. 16-കാരിയാണ്, ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയാണ് പോലീസ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. മനോജ്, പ്രാഥമിക ഘട്ടത്തിൽ ഈ പെൺകുട്ടി എന്തെങ്കിലും ശാരീരിക ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ എന്തെങ്കിലും പ്രതികരണം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അറിയാൻ സാധിക്കുന്നുണ്ടോ? പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കൂടെ നടക്കുന്നത്. ഇതിൽ തന്നെ ഈ സമയം അതിൽ വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രം ഇതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്ന് പോലീസും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ വീട്ടുകാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. പെട്ടെന്ന് ഒരു ദിവസം കുറെ നാൾ ഈ സ്കൂളിൽ പോകാത്തതിനെ തുടർന്നാണ് ഈ അധ്യാപകരടക്കം ഈ കുട്ടിയെപ്പറ്റി അന്വേഷിക്കുന്നത്. തുടർന്നാണ് ഇങ്ങനെയൊരു വിവരം പുറം ലോകം അറിയുന്നത്. അതായത് ഈ കുട്ടിയെ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോയി, അതായത് ആലപ്പുഴ ജില്ലയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഈ കുഞ്ഞ് പ്രസവിക്കുന്നത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ ഈ ചൈൽഡ് ലൈനെ അറിയിക്കുകയായിരുന്നു. അവരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ ചൈൽഡ് ലൈൻ സംരക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസും ഒരു ഭാഗത്ത് കൃത്യമായ പരിശോധനാ ഫലം വന്നതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധവുമായി എത്തി, അതായത് ഈ കുഞ്ഞിന്റെ വീടിന് മുന്നിലേക്ക് എത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിലൊരു അതിജീവിതയുടെ വീടിന് മുന്നിലേക്ക് പോയി എന്നുള്ളതാണ്. അത്തരത്തിലൊരു ഐഡന്റിറ്റി വെളിപ്പെട്ടു എന്നതിനെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മനോജ്, ഇവരുടെ ആരോഗ്യ നിലയിൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? കാരണം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ? കുഞ്ഞിന്റെ ആരോഗ്യനിലയെ കുറിച്ച് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ചൈൽഡ് ലൈനിന്റെ സംരക്ഷണയിലാണുള്ളത്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കുട്ടി ഇവരുടെ സംരക്ഷണയിൽ തന്നെയാണ്. ശരി, എന്തായാലും വളരെയധികം നടുക്കത്തോടുകൂടിയല്ലാതെ ഈ ഒരു റിപ്പോർട്ട് ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കാൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ. കാരണം കൊല്ലത്ത് 16-കാരി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. കുഞ്ഞിനെ CWC ഏറ്റെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.